കേറി വാ. മാമാ എന്താ മാമ, സമയം 9 മണിയായല്ലോ. എന്താ ഈ സമയത്ത്? അത് എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യമാണോ? അത് പിന്നെ വിക്രം, ഞാൻ അവരോട് വരാൻ പറഞ്ഞത് നമ്മുടെ ശ്രീപെരുമ്പത്തൂർ പ്രോജക്റ്റിന്റെ ഡെവലപ്മെന്റ്സിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവരോട് വരാൻ പറഞ്ഞത്. ഓ, അതിനാണോ അമ്മേ? ശരി, വാ പോയിട്ട് ഉറങ്ങാം. എന്താ ദേവയാനി, കുറച്ചു മുമ്പല്ലേ തലവേദനയാണെന്ന് പറഞ്ഞത്? ഓഫീസുകാർക്ക് അത്യാവശ്യമാണോ? നാളെ നോക്കിയാ പോരെ? അതൊന്നും സാരമില്ല, കുറച്ച് കഴിയുമ്പോൾ ശരിയായിക്കോളും. അല്ല, നീ എവിടേക്കാ പോകുന്നത്? അത് പിന്നെ ചേച്ചി കുറച്ച് ഫയൽസിനെ പറ്റി ചോദിച്ചിരുന്നു, അതിനെപ്പറ്റി സംസാരിക്കാൻ പോകുന്നതാ. പോയിക്കോട്ടെ. ചെല്ലു. ഞാനും അങ്ങോട്ട്. എന്താടാ, കഴിക്കല് കഴിഞ്ഞില്ലേ? വിശന്നിട്ട് പോയാ അതാ. എത്ര എണ്ണടാ കഴിക്കുന്നത്? സോറി. ചെല്ല്, പോയി കഴിക്ക്. ചേച്ചി എന്താ ഉണ്ടായേ? ഫോൺ ചെയ്ത് പെട്ടെന്ന് വീട്ടിലേക്ക് വരണമെന്ന് പറഞ്ഞല്ലോ. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ശിവ, നീ അന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാണെന്ന് എനിക്കിന്ന് ശരിക്കും മനസ്സിലായി. എത്രയും വേഗം നമുക്കതിനൊരു തീരുമാനം ഉണ്ടാക്കിയേ പറ്റൂ. എന്താ ചേച്ചി പറയുന്നേ? ഞാൻ എന്തു പറഞ്ഞു എന്നാ? ഏത് കാര്യത്തെപ്പറ്റി സംസാരിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. വേറൊന്നുമല്ല, എന്റെ മോന്റെ ജീവിതം താറുമാറാക്കിയ ആ വഞ്ചകി വിജയെ കണ്ട കാര്യം നീ പറഞ്ഞിരുന്നില്ലേ? അതെ ചേച്ചി. നീ പറഞ്ഞ കാര്യം സത്യമാണെന്ന് എനിക്ക് ഇപ്പോഴാ മനസ്സിലായി. എന്താ ചേച്ചി? അപ്പോ ഞാൻ അന്ന് പറഞ്ഞ ചേച്ചി വിശ്വസിച്ചില്ലായിരുന്നു? ഞാൻ കള്ളം പറഞ്ഞാണെന്ന് വിചാരിച്ചു അല്ലേ? അങ്ങനെയൊന്നും അല്ല ശിവ. അന്ന് നീ പറയുമ്പോ പോലും അവൾ എന്തിനാ ഈ നാട്ടിലേക്ക് വന്നതെന്ന് ഒരു സംശയം എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഇന്നത് വ്യക്തമായി. അന്നത് വിശ്വസിക്കാതെ ഇപ്പൊ ഇത്ര ഉറപ്പിച്ചു പറയാൻ എന്താ കാരണം? ഈ ലോകത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന ഒരാൾ അവളെ നേരിട്ട് കണ്ടെന്ന് പറഞ്ഞാൽ എനിക്കെങ്ങനെ വിശ്വസിക്കാതിരിക്കാൻ പറ്റും? എന്താ ചേച്ചി പറയുന്നേ? വേറെ ആരാ അവളെ കണ്ടത്? വേറെ ആരുമല്ല, വിക്രം തന്നെ അവളെ കണ്ടത്. അവൻ ഏതോ ഒരു അമ്പലത്തിൽ പോയതായിരുന്നു. അവിടെ വെച്ചാ അവനവളെ കണ്ടത്. ഭാഗ്യത്തിന് അവൾക്കവനെ കാണാൻ പറ്റിയില്ല. വിക്രം മാത്രമാണ് അവളെ കണ്ടത്. അവൾ എന്തിനാ ഈ നാട്ടിൽ ചുറ്റിക്കറങ്ങുന്നെന്ന് എനിക്ക് മനസ്സിലാകാത്തത്. അവൾ ഒരു കാരണവശാലും വീണ്ടും വിക്രമിന്റെ ജീവിതത്തിലേക്ക് വരാനുള്ള സാഹചര്യം ഉണ്ടാവരുത്. അതുപോലെ തന്നെ അവൾ ഒരു കാരണവശാലും കവിനെയും കാണാൻ പാടില്ല. കവിനെ തട്ടിക്കൊണ്ടു പോകാൻ തന്നെയായിരിക്കും അവള് വന്നിട്ടുണ്ടാവുക. ആ രാക്ഷസി കാരണം അവനൊരു പെൺകുഞ്ഞ് നഷ്ടമായതാ. പാവം, എന്റെ പേരക്കുട്ടിയെ കൊന്നത് അവള്. എനിക്കിനിയും കാത്തിരിക്കാനുള്ള ക്ഷമയില്ല. വിക്രമിന് ഉടൻ തന്നെ എവിടെന്നെങ്കിലും ഒരു പെണ്ണിനെ കണ്ടെത്തി അവന്റെ വിവാഹം നല്ലൊരു മുഹൂർത്തത്തിൽ നടത്തേണ്ടത് നമ്മുടെ ചുമതലയാ. ആ വിജയലക്ഷ്മി പഴയതെല്ലാം മറന്നുകൊണ്ട് അവളുടെ കൂടെ ജീവിക്കാൻ വിക്രമിനെ ബ്രെയിൻ വാഷ് ചെയ്യാനും സാധ്യതയുണ്ട്. അവൾ എന്റെ മോന്റെ ജീവിതത്തിൽ ഇനി ഒരിക്കലും വരാൻ പാടില്ല. അവൾ ഈ വീട്ടിലെ മരുമോളാവാനുള്ള ഒരു യോഗ്യതയുമില്ല, അതിനുള്ള അർഹതയുമില്ല. ഈ കാര്യം നിന്നോട് നേരിട്ട് പറയാൻ വേണ്ടിയാ അർജന്റായി നിന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്. അതുപോലെ വിക്രമിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നീ വിജയലക്ഷ്മിയെ കണ്ട കാര്യം ആരോടും പറയാൻ പാടില്ലെന്ന്. നിങ്ങൾ രണ്ടുപേരോട് എനിക്കും പറയാനുള്ളത്, ആ വിജയ് നാട്ടിലുള്ള കാര്യം എന്റെ ഭർത്താവിനെ പോലും അറിയിക്കരുത്. പക്ഷേ അളിയൻ അറിഞ്ഞാൽ എന്താ സംഭവിക്കാൻ പോകുന്നേ? അദ്ദേഹം അത് പുറത്തു വരേണ്ട കാര്യമില്ലല്ലോ. അദ്ദേഹം ഒന്നും ചെയ്യില്ലെന്ന് വിചാരിച്ച് ഈ നടന്ന കാര്യങ്ങളെല്ലാം തുറന്നു പറയാൻ പോയാൽ നമ്മളെപ്പോലെ ആയിരിക്കില്ല അദ്ദേഹം ചിന്തിക്കുന്നത്. അദ്ദേഹത്തിന്റെ മനസ്സിൽ ആ വിജി എപ്പോഴും നല്ല പെൺകുട്ടിയാ. ഏതോ ഒരു ചെറിയ വിഷയം കാരണം അവര് തമ്മിൽ വേർപിരിഞ്ഞത്. നമുക്കൊരു സൊല്യൂഷൻ കണ്ടെത്തി അവരെ ഒരുമിപ്പിക്കാന്നും പറഞ്ഞ് എന്നെ ബ്രെയിൻ വാഷ് ചെയ്യാൻ ആരംഭിക്കും. എനിക്ക് ആ വിജയലക്ഷ്മിയെ തുടക്കം തൊട്ടേ ഇഷ്ടമല്ലായിരുന്നു. അവൾ ഈ വീട്ടിലെ വേലക്കാരിയായി ജീവിക്കാൻ പോലും യോഗ്യതയില്ലാത്തവളാ. എന്റെ മോന്റെ ജീവിതം നശിപ്പിച്ചവൾ. ഇപ്പൊ ഞാൻ എന്റെ മോനൊരു പുതിയ ജീവിതം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് പോലും അവൾ തടസ്സപ്പെടുത്തും. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്,
ഇനി അങ്ങോട്ട് വിജയലക്ഷ്മിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വളരെ കരുതലോടെ നീങ്ങണം. അവൾ എന്തുദ്ദേശത്തോടു കൂടിയേ ഈ നാട്ടിലേക്ക് വന്നെന്ന് എനിക്കറിയില്ല. എന്നാ അവൾ ഈ നാട്ടിൽ ജീവിക്കുന്ന ഓരോ നിമിഷവും ഞാൻ എൻ്റെ മകനെയും പേരക്കുട്ടിയെയും നഷ്ടപ്പെടുമോ എന്നുള്ള പേടിയില്ല ഓരോ നിമിഷവും ജീവിക്കുന്നേ. ചേച്ചി അതൊന്നും വേണ്ട. ഇനി എപ്പോഴെങ്കിലും അവളെ കണ്ട ആ നിമിഷം എനിക്ക് ഫോൺ ചെയ്യണം. പിന്നെ എന്ത് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു തരാം. കേട്ടല്ലോ? ശരി ചേച്ചി.